ഹായ് ഫ്രണ്ട്സ്, നഴ്സസ് ഗൈഡ് മലയാളത്തിന്റെ ഈ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത് പീഡിയാട്രിക് നഴ്സിംഗിലെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ടോപ്പിക്കിലേക്ക് കടക്കാം. പീഡിയാട്രിക് നഴ്സിംഗ് പാർട്ട് 2. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോട് ചേർന്നുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതാത് സമയത്ത് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, the enzyme deficient in galactosemia is option A galactose 1-phosphate uridyl transferase, option B galactose kinase, option C galactose 6-phosphate epimerase, option D all the above. Right answer is option D all the above. ഗാലക്ടോസീമിയ എന്നതൊരു ജനറ്റിക് മെറ്റബോളിക് ഡിസോർഡർ ആണ്. ഗാലക്ടോസ് ഷുഗറിനെ പ്രോപ്പറായി മെറ്റബോളൈസ് ചെയ്യുവാനുള്ള ശരീരത്തിന്റെ കഴിവിനെയാണ് ഇത് ബാധിക്കുന്നത്. തന്മൂലം രക്തത്തിൽ ഗാലക്ടോസിന്റെ അളവ് വർദ്ധിക്കുന്നു. ഇതിനെയാണ് ഗാലക്ടോസീമിയ എന്ന് പറയുന്നത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ മേൽപ്പറഞ്ഞ 3 എൻസൈംസിന്റെയും അളവാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഗാലക്ടോസ് 1-phosphate uridyl transferase, ഗാലക്ടോസ് കൈനേസ്, ഗാലക്ടോസ് 6-phosphate epimerase എന്നീ എൻസൈമുകളിൽ ഏതെങ്കിലും ഒരു എൻസൈമിന്റെ അഭാവം ഗാലക്ടോസിന്റെ അളവ് കൂടുന്നതിന് കാരണമാകുന്നു. അടുത്ത ചോദ്യം, The purpose of vitamin K injection in newborn is option A for thermogenesis, option B to establish intestinal flora, option C stimulate vitamin K production in the body, option D provide protection against bleeding until intestinal flora is established. Right answer is option D provide protection against bleeding until intestinal flora is established. ന്യൂബോൺസിൽ സാധാരണയായി ആവശ്യത്തിന് വൈറ്റമിൻ കെ ഉണ്ടാകാറില്ല. ഇത് ബ്രെയിനിലും ഇൻറ്റസ്റ്റൈനിലും ഒക്കെയുള്ള സിവിയർ ബ്ലീഡിങ്ങിന് കാരണമാകുന്നു. ബ്രസ്റ്റ് മിൽക്കിനോടൊപ്പം മറ്റു ഭക്ഷണങ്ങളും കഴിക്കുവാൻ തുടങ്ങുമ്പോഴാണ് അവർക്ക് വൈറ്റമിൻ കെ ലഭിക്കുന്നത്. അതുപോലെ ഹ്യൂമൻ ഇൻറ്റസ്റ്റൈനിലുള്ള ചില ബാക്ടീരിയാസ് അഥവാ നോർമൽ ഫ്ലോറ വൈറ്റമിൻ കെയുടെ ഉൽപാദനത്തിന് സഹായിക്കുന്നു. ന്യൂബോൺസിൽ ഈ നോർമൽ ഫ്ലോറ ഇല്ലാത്തതിനാലും പുറമേ നിന്നും ഭക്ഷണ രൂപത്തിലുള്ള വൈറ്റമിൻ കെ കിട്ടാത്തതിനാലും സിവിയർ ബ്ലീഡിംഗ് ഉണ്ടാകാതിരിക്കുവാനാണ് വൈറ്റമിൻ കെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അടുത്ത ചോദ്യം, meningomyelocele is option A herniation of brain, meninges and spinal cord occur through a defect in the base of the skull, option B protrusion of meninges and spinal fluid but no neural elements, option C sac-like protrusion through the defect in the vertebra but not contain CSF, option D sac-like protrusion contain meninges, CSF and neural elements. Right answer is option D sac-like protrusion contains meninges, CSF and neural elements. സ്പൈന ബൈഫിഡ എന്ന ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റിന്റെ 2 ടൈപ്സ് ആണ് സ്പൈന ബൈഫിഡ ഒക്കൽറ്റ, സ്പൈന ബൈഫിഡ സിസ്റ്റിക്ക എന്നിവ. സ്പൈന ബൈഫിഡ ഒക്കൽറ്റ എന്നത് മൈൽഡസ്റ്റ് ഫോം ആണ്. സ്പൈന ബൈഫിഡ സിസ്റ്റിക്കയിൽ വരുന്ന 2 കണ്ടീഷൻസ് ആണ് മെനിഞ്ചോസീൽ, മെനിഞ്ചോമൈലോസീൽ എന്നിവ. മെനിഞ്ചോസീലിൽ വെർട്ടിബ്രൽ ആർച്ചിലൂടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സാക്കിനകത്ത് CSFും മെനിഞ്ചസും മാത്രമേ ഉണ്ടാകൂ. ഇവിടെ സ്പൈനൽ കോഡും നെർവ് റൂട്ട്സും നോർമൽ ആയിരിക്കും. അതേസമയം മെനിഞ്ചോമൈലോസീലിൽ സാക്കിനകത്ത് മെനിഞ്ചസും CSFും നെർവ് റൂട്ട്സും കാണുന്നു. അടുത്ത ചോദ്യം, which hereditary disease is most closely linked to aneurysm? Option A cystic fibrosis, option B lupus erythematosus, option C myocardial infarction, option D Marfan's syndrome. Right answer is option D Marfan's syndrome. Connective tissues, bones
മസിൽസ്, ലിഗമെന്റ്സ് എന്നിവയെ ബാധിക്കുന്ന ഒരു ഹെറിഡിറ്ററി ഡീജനറേറ്റീവ് ഡിസോർഡർ ആണ് മർഫാൻ സിൻഡ്രോം. മർഫാൻ സിൻഡ്രോം ഉള്ള ആളുകൾ മെലിഞ്ഞ് നീളമുള്ള കൈകാലുകളും വിരലുകളും ഉള്ളവരായിരിക്കും. ഈ കണ്ടീഷൻ ഉള്ളവർക്ക് മിട്രൽ വാൽവ് പ്രൊലാപ്സ്, അയോർട്ടിക് അന്യൂറിസം എന്നിവ ഉണ്ടാകുവാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അടുത്ത ചോദ്യം, The organ of digestive system most commonly involved in cystic fibrosis is option A pancreas, option B small intestine, option C esophagus, option D stomach. The right answer is option A pancreas. Cystic fibrosis എന്നത് ഒരു ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ്. സിസ്റ്റിക് ഫൈബ്രോസിസ് ട്രാൻസ്മെംബ്രെയിൻ കണ്ടക്ടൻസ് റെഗുലേറ്റർ എന്ന പ്രോട്ടീന് ആവശ്യമായ ജീൻസിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ മൂലമാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് ഉണ്ടാകുന്നത്. ഈ പ്രോട്ടീൻ സ്വെറ്റ്, ഡൈജസ്റ്റീവ് ഫ്ലൂയിഡ്സ്, മ്യൂക്കസ് എന്നിവയുടെ പ്രൊഡക്ഷന് സഹായിക്കുന്നു. ഈ പ്രോട്ടീന്റെ പ്രവർത്തനത്തിലുള്ള തകരാറ് ഈ സെക്രീഷൻസ് ഒക്കെ കട്ടി കൂടിയതാക്കുന്നു. അങ്ങനെ ലൂബ്രിക്കന്റായി പ്രവർത്തിക്കേണ്ട ഈ സെക്രീഷൻസ് ട്യൂബുകളിലും ഡക്റ്റുകളിലുമെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. പ്രധാനമായും പാൻക്രിയാസിനെയും ലങ്സിനെയുമാണ് ഇത് ബാധിക്കുന്നത്. സിസ്റ്റിക് ഫൈബ്രോസിസ് ഉള്ള കുഞ്ഞുങ്ങളുടെ വിയർപ്പിൽ ഉപ്പിന്റെ അംശം കൂടുതലായിരിക്കും. അതിനാൽ കുഞ്ഞുങ്ങളെ കിസ് ചെയ്യുമ്പോൾ ഉപ്പുരസം അനുഭവപ്പെടുന്നു. അടുത്ത ചോദ്യം, Dash is a genetic disorder found in females due to absence of a normal second sex chromosome. Option A Rett's disorder, option B Down syndrome, option C Asperger's disorder, option D Turner syndrome. Right answer is option D Turner syndrome. Turner syndrome 45X അഥവാ 45X0 എന്നും പറയുന്നു. ഈ ജനറ്റിക് ഡിസോർഡറിൽ ഒരു എക്സ് ക്രോമസോം പൂർണ്ണമായും നഷ്ടമാവുന്നു. റെഡ് സിൻഡ്രോം എന്നത് ഒരു ജനറ്റിക് ബ്രെയിൻ ഡിസോർഡർ ആണ്. ഇത് പെൺകുട്ടികളിലാണ് സാധാരണയായി ബാധിക്കുന്നത്. ഡൗൺ സിൻഡ്രോം എന്നതിനെ ട്രൈസോമി 21 എന്നും പറയുന്നു. ആസ്പെർഗേഴ്സ് ഡിസോർഡർ എന്നത് ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. ഇത് സോഷ്യൽ ഇന്ററാക്ഷനെയും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെയും ബാധിക്കുന്നു. അടുത്ത ചോദ്യം, Abnormally high accumulation of CSF in the intracranial space is called option A hydramnios, option B subdural effusion, option C hydrocephalus, option D hydrocele. Right answer is option C hydrocephalus. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ പ്രൊഡക്ഷനിലോ അബ്സോർപ്ഷനിലോ ഉണ്ടാകുന്ന തകരാറുകൾ മൂലമോ CSFന്റെ ഫ്ലോയിൽ ഉണ്ടാകുന്ന ഒബ്സ്ട്രക്ഷൻ മൂലമോ ബ്രെയിനിന്റെ വെൻട്രിക്കിൾസിൽ CSF കൂടുതലായി അക്യുമുലേറ്റ് ചെയ്യുന്നതിനാണ് ഹൈഡ്രോസെഫാലസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, The most commonly affected heart valve in rheumatic heart disease is option A aortic, option B mitral, option C pulmonary, option D tricuspid. Right answer is option B mitral. റുമാറ്റിക് ഫീവർ മൂലം ഹാർട്ട് വാൽവ്സിന് ഡാമേജ് ഉണ്ടാകുന്നതാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ഹാർട്ട് വാൽവിനുള്ള ഡാമേജ് തുടങ്ങുന്നത് ചികിത്സിക്കാതിരിക്കുന്ന സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് മൂലമാണ്. റുമാറ്റിക് ഹാർട്ട് ഡിസീസിൽ ഏറ്റവും കോമൺ ആയി അഫക്ട് ചെയ്യുന്നത് മിട്രൽ വാൽവ് ആണ്. അടുത്ത ചോദ്യം, Which of the following is the main clinical feature of pyloric stenosis? Option A irritability, option B weight loss, option C projectile vomiting, option D constipation. Right answer is option C projectile vomiting. സ്റ്റൊമക്കിൽ നിന്നും സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ഓപ്പൺ ആകുന്ന ഭാഗമാണ് പൈലോറിക് ഓറിഫൈസ്. ഈ ഭാഗം ചുരുങ്ങി പോകുന്നതിനെയാണ് പൈലോറിക് സ്റ്റിനോസിസ് എന്ന് പറയുന്നത്.
ഇതിന്റെ പ്രധാന ലക്ഷണമാണ് പ്രൊജക്ടൈൽ വോമിറ്റിംഗ്. ഈ വോമിറ്റസിൽ ബൈലിന്റെ സാന്നിധ്യം ഉണ്ടാകില്ല. കാരണം ഈ ഒബ്സ്ട്രക്ഷൻ ബൈൽ ഡക്ട് ഡിയോഡിനത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്നതിന്റെ മുകളിലായിട്ടാണ്. അടുത്ത ചോദ്യം, celiac disease, also called gluten sensitive enteropathy, affects which part of GI tract? Option A, small intestine. Option B, duodenum. Option C, large intestine. Option D, stomach. Right answer is option A, small intestine. വീറ്റ്, ബാർലി, റേ, ഓട്സ് മുതലായ ഗ്രെയിൻസിൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് ഗ്ലൂട്ടൻ. സിലിയാക് ഡിസീസ് ഉള്ള ആളുകൾ ഈ ഗ്രെയിൻസ് കഴിക്കുമ്പോൾ ഇതിലുള്ള ഗ്ലൂട്ടൻ അവരുടെ ബോഡിയിൽ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുകയും തന്മൂലം സ്മോൾ ഇൻറ്റെസ്റ്റൈനിലെ വില്ലകളിലും മൈക്രോ വില്ലകളിലും ഡാമേജ് ഉണ്ടാകുകയും ചെയ്യുന്നു. സിലിയാക് ഡിസീസ് ഉള്ള ആളുകൾ ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുത്. അടുത്ത ചോദ്യം, Dash is the invagination or telescoping of portion of the intestine into an adjacent, more distal section of intestine, which create a mechanical obstruction. Option A, aneurysm. Option B, intussusception. Option C, enterocolitis. Option D, Hirschsprung's disease. Right answer is option B, intussusception. Intussusception എന്നാൽ intestine ഒരു ഭാഗം അതിനോട് ചേർന്നുള്ള ഭാഗത്തിന്റെ അകത്തേക്ക് മടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. പ്രധാനമായും ഇലിയോസീക്കൽ റീജിയനിലാണ് ഇതുണ്ടാകാറ്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് കറന്റ് ജെല്ലി ലൈക്ക് സ്റ്റൂൾ. സ്റ്റൂളിൽ ബ്ലഡും മ്യൂക്കസും കാണപ്പെടുന്നതിനാലാണ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ അബ്ഡോമൻ പാൽപേറ്റ് ചെയ്യുമ്പോൾ സോസേജ് ഷേപ്ഡ് മാസ് ഫീൽ ചെയ്യുന്നു. അടുത്ത ചോദ്യം, the most common agent for causation of diarrhea among children is option A, adenovirus. Option B, ribovirus. Option C, rotavirus. Option D, rhinovirus. Right answer is option C, rotavirus. rotavirus എന്നത് ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA വൈറസ് ആണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുണ്ടാകുന്ന ഡയേറിയയുടെ പ്രധാന കാരണം ഈ റോട്ടാവൈറസ് ആണ്. ഇത് ഫീക്കോ ഓറൽ റൂട്ടിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സാധാരണയായി ട്രാവലേഴ്സ് ഡയേറിയയ്ക്ക് കാരണമാകുന്നത് ഈ കോളയുടെ എൻറ്ററോടോക്സിജനിക് എന്ന സ്ട്രെയിൻ ആണ്. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു WHO, ORS packet includes following except option A, sodium chloride. Option B, potassium chloride. Option C, sodium bicarbonate. Option D, calcium carbonate. Right answer is option D, calcium carbonate. ORS ൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോഡിയം ക്ലോറൈഡ് 2.6 gram, പൊട്ടാസ്യം ക്ലോറൈഡ് 1.5 gram, ട്രൈസോഡിയം സിട്രേറ്റ് 2.9 gram, ഗ്ലൂക്കോസ് 13.5 gram. ഒരു പാക്കറ്റ് ORS അഥവാ 20.5 gram ORS 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിലെ ഇലക്ട്രോലൈറ്റ്സിന്റെ അളവാണ് സോഡിയം 75 millimoles per liter, ക്ലോറൈഡ് 65 millimoles per liter, പൊട്ടാസ്യം 20 millimoles per liter, സിട്രേറ്റ് 10 millimoles per liter, ഗ്ലൂക്കോസ് 75 millimoles per liter. അടുത്ത ചോദ്യം, rule of 10 is used for option A, cleft lip. Option B, imperforate anus. Option C, burns. Option D, congenital heart disease. Right answer is option A, cleft lip. ഇൻഫാൻസിൽ ക്ലെഫ്റ്റ് ലിപ്പ് സർജറിക്കുള്ള റെഡിനെസ് ജഡ്ജ് ചെയ്യുന്നതിനാണ് റൂൾ ഓഫ് 10 ഉപയോഗിക്കുന്നത്. ഇൻഫാന്റിന് 10 LB വെയിറ്റും 10 ആഴ്ച പ്രായവും 10 gram ഹീമോഗ്ലോബിനും 10,000-ൽ കുറവ് WBC കൗണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ക്ലെഫ്റ്റ് ലിപ്പ് സർജറി ചെയ്യുകയുള്ളൂ. അടുത്ത ചോദ്യം,
Which patient should receive calcium from non-dairy sources? Option A, phenylketonuria. Option B, lactose intolerance. Option C, osteopenia. Option D, gout. Right answer is option B, lactose intolerance. ലാക്ടോസ് ഷുഗറിനെ പൂർണ്ണമായും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ലാക്ടോസ് ഇൻടോളറൻസ്. അതിനാൽ ഡയറി പ്രോഡക്ട്സ് കഴിക്കുകയോ കുടിക്കുകയോ ചെയ്താൽ ഉടൻ തന്നെ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവരിൽ ഡയേറിയ, ബ്ലോട്ടിംഗ് എന്നിവയുണ്ടാകുന്നു. ആയതിനാൽ ഇവർക്ക് കാൽഷ്യം ലഭിക്കുന്നതിനായി നോൺ ഡയറി സോഴ്സസ് യൂസ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.